ഗൈസ്, അപ്പോൾ നമുക്കിനി ഗെയിംസ് കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓഫ് എൻ്റെ മോനെ, ഏതാ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന FPS, ബാക്കിയെല്ലാം ടെമ്പറേച്ചർ ക്യാമറ 72 എല്ലാം നോർമലാണ്. യോ ഗൈസ്, അപ്പോൾ നമുക്ക് ബയോസിലേക്ക് കിടക്കാം. ബയോസിൽ സെറ്റ് ചെയ്ത് നമുക്ക് ആദ്യം ഇതെല്ലാം എനേബിൾ ചെയ്ത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ എക്സ്പോ ആണ് നമ്മുടെ ഇതിൻ്റെ. അപ്പോൾ എക്സ്പോ നമ്മൾ ആദ്യം എനേബിൾ ചെയ്യുക. എക്സ്പോ എനേബിൾ ചെയ്തായി. ഇപ്പോൾ റെഡ് കത്തി ഇപ്പോൾ കറക്റ്റായി എനേബിളായി. ദെൻ നമുക്ക് വന്നിട്ട് ഇതിനകത്ത് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിനകത്ത് നമുക്ക് അഡ്വാൻസിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കോൺഫിഗറേഷൻ. സോ ഇതിനകത്ത് ഞങ്ങൾ 2 ഡിസേബിൾ ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ഞാൻ നേരത്തെ ആക്കിയതാണ്. സോ ഇത് PG ഡിസേബിൾ ആക്കുക. ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സും ഇത് 2 ഡിസേബിൾ ആക്കുക. സോ ഇത് രണ്ടും ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. അത് നമ്മൾ ആദ്യം വിൻഡോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാൻസിൻ്റെ ഇതും കൂടെ നമുക്ക് മദർ ബോർഡിലോട്ട് കൺട്രോൾ കൊടുക്കാം. അത് ഓട്ടോമാറ്റിക് ട്യൂണിങ്. സോ അതും കൂടെ നമുക്ക് ചെയ്യാം. അത് നമ്മൾ ആദ്യം ഹാർഡ്വെയർ മോണിറ്റർ എടുക്കുക. ഹാർഡ്വെയർ മോണിറ്റർ എടുത്തിട്ട് അതിനകത്ത് ഫാൻസ് അയച്ചു. അപ്പോൾ ഞങ്ങൾ മുകളിൽ ഇത് CPU ഫാൻ, പിന്നെ പമ്പ്, പിന്നെ സിസ്റ്റം 3 എന്നുള്ളത്. അപ്പോൾ സിസ്റ്റം 3 എടുക്കുക. സിസ്റ്റം 3ക്കകത്ത് നമുക്ക് PWM, ഇത് DC ആയിരിക്കും കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ PWM ആക്കുക. എന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അത് PWM ആക്കിയിട്ട് പിന്നെ F10 അടിക്കുക, സേവ് ചെയ്യുക. പിന്നെ നമുക്ക് എസ്കേപ്പ് അടിച്ച് നമുക്ക് തിരിച്ച് നമ്മുടെ കിട്ടിയത് ഓൾറെഡി ഞാൻ സേവ്ഡ് ആണ്. സോ അതുകൊണ്ടാണ് ഇപ്പം വേറെ ഒന്നും ചെയ്യാത്തത്. സോ എന്നിട്ട് എക്സിറ്റ് കൊടുക്കുക ബയോസിൽ നിന്ന്. പിന്നെ നേരെ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ കൊണ്ട് കിടക്കാം. ഇപ്പോൾ ബാക്കി സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. AMDയുടെ അഡ്രിനലിൻ സോഫ്റ്റ്വെയർ. അതിനകത്ത് GPUവിൻ്റെ യൂട്ടിലൈസേഷൻ കണ്ടു. ഇപ്പോൾ ആകെ ഇപ്പോൾ നോർമലല്ലേ, ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല. ആകെ ബാക്കി ഇനി കൂളറിലൊക്കെ സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ യൂട്ടിലൈസേഷൻ 3, 32 വാട്ട്, 37 ഡിഗ്രി. CPU-ൻ്റെ അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ 4%, 52 ഡിഗ്രി. നോർമലാണ്. ടെമ്പറേച്ചറൊക്കെ അത്യാവശ്യം നോർമലായിട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്.
ഗൈസ് ഇപ്പോൾ ബെഞ്ച് മാർക്ക് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാസ് മാർക്ക് സോഫ്റ്റ്വെയർ ആണ് ഗൈസ്. ബെഞ്ച് മാർക്ക് കാര്യങ്ങൾ നടക്കുകയാണ് ഫുൾ. പിന്നെ ബെഞ്ച് മാർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ട്രെസ് ടെസ്റ്റ് ചെയ്യണം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ബെഞ്ച് മാർക്ക് ഇത് ബേസ് ഫുൾ. അതായത് ബെഞ്ച് മാർക്ക് അറിയാത്തവർക്ക് ബേസിക്കലി നമ്മുടെ PC ഒന്ന് ഫുള്ളായിട്ടൊന്ന് റെൻഡർ ചെയ്യുക. അതായത് റെൻഡർ ചെയ്ത് ഇതിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടുന്നുണ്ടോ എന്ന സംഭവം ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് ഒരു സ്കോർ വരും ലാസ്റ്റ്. അപ്പോൾ ആ ഫൈനൽ സ്കോറിലാണ് കാര്യങ്ങൾ അറിയുന്നത്. ഓക്കെ, ഇത് വേൾഡ് ഓവറോൾ ബെഞ്ച് മാർക്ക് അനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിന് വേറെ എന്തെങ്കിലും ബോട്ടിൽ നെക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന സംഭവം ഞങ്ങൾ നോക്കാനായിട്ടാണ്. ഉണ്ട് ഇത് ഫുൾ. അത് ഓരോ ഇമേജസ് ഒക്കെ റെൻഡർ ചെയ്ത് വരും. ഫുള്ള് റെൻഡർ ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കണ്ടതാ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇതാ ഞാൻ കാണിച്ചു തരാം. കണ്ട കഴിച്ച് ഇവിടെ RX 7800 XT. അത് കുറേ ഉണ്ട്. ഒരു 10-15 മിനിറ്റ്സ് എടുക്കും ഇത് ഫുള്ളൊന്ന് നമ്മുടെ ഈ ബെഞ്ച് മാർക്ക് നോക്കാനായിട്ട്. ബെഞ്ച് മാർക്ക് ടെസ്റ്റിങ് ഇങ്ങനെയാണ് ബേസിക്കലി. സോ ഇത് ഫുള്ള് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് അറിയാം. അവിടെ നമുക്ക് കറക്റ്റ് നമ്മുടെ മുകളിൽ ഈ മോണിറ്റർ റൈറ്റ് സൈഡിലായിട്ട് കറക്റ്റ് GPU സ്പെക്സും കാര്യങ്ങളും നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ PC അത്യാവശ്യം ഫുൾ ലോഡിലാണ് ഓടുന്നത്. അപ്പോൾ അതാ ഓടുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഇതിൽ കാണാൻ പറ്റും 57 ഡിഗ്രി. ഇപ്പം നമുക്ക് അത് ഇതിൽ കാണുന്നതാണ് 57. അങ്ങനെ ഗൈസ് പാസ് മാർക്ക് ടെസ്റ്റ് കഴിഞ്ഞു. പാസ് മാർക്കിൻ്റെ ഞാൻ ഇത് കാണിച്ചാൽ ഗൈസ് സ്കോർ കാണാം. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഇവിടെ ഫസ്റ്റ് CPU മാർക്ക് വന്നിട്ട് 91%. 2D ഗ്രാഫിക്സ് മാർക്ക് 1770. അതായത് 92%. അതായത് വേൾഡ് റേറ്റിംഗ് ആണ്. അതായത് വേൾഡ് റേറ്റിങ്ങിൽ ഇത് ഇത്രയും പെർസെൻറ്റേജ് പക്കയാണെന്നുള്ളതാണ്. പിന്നെ 3D ഗ്രാഫിക്സ് മാർക്ക് 81%. മെമ്മറി മാർക്ക് 96%. ഡിസ്ക് മാർക്ക് 98. അതായത് ഓവറോൾ എല്ലാ ടെസ്റ്റും ഓക്കെയാണ്. വേറെ സീനൊന്നും ഇല്ലണ്ടോ. ഓവറോൾ റേറ്റിംഗ് ആണ്, പാസ് മാർക്ക് റേറ്റിംഗ് ആണ് 12,659.4. അതായത് 99%. അതാണ് ഇപ്പോഴത്തെ ടോട്ടൽ പാസ് മാർക്ക് ടെസ്റ്റ്. ഇനി കേസ് നമുക്ക് സ്ട്രെസ് ടെസ്റ്റിലേക്ക് പോകാം. IDA 64 ആണ് ഗൈസ്. IDA 64 ഡൗൺലോഡ് ഇട്ടിട്ടുണ്ട്. അതിന് ഡൗൺലോഡ് ആവണം. ഓക്കെ, IDA 64 തന്നെ നമുക്ക് വേറൊരു സംഭവം ഡൗൺലോഡ് ചെയ്യണം. അത് HW മോണിറ്റർ. HW മോണിറ്ററാണ് നമുക്കതിൻ്റെ എത്ര ലോഡ് വരുന്ന എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്നൊക്കെ അറിയുന്നൊരു സംഭവം. സോയാ HW മോണിറ്റർ. ഗൈസ് അപ്പോൾ നമുക്കിനി ഗെയിംസ് കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ മെയിൻ ഗെയിമായ വാലറന്റ് ഇൻസ്റ്റാൾ ചെയ്തു. അതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം എത്ര FPS കിട്ടുന്നുണ്ട്, എങ്ങനെയാണ്, എത്ര സ്മൂത്താണ് കാര്യങ്ങൾ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇത്രയും നാൾ ലാപ്പിൽ നിന്ന് കളിച്ചിട്ട് അങ്ങനെ ഒരു ലോയിൽ നിന്ന് ഒരു ഹൈ എൻഡിലോട്ട് മാറുന്നതിൻ്റെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. സോ ലെറ്റ്സ് സീ എത്ര FPS-ഉം ഇൻപുട്ട് ലാഗും കാര്യങ്ങളും എങ്ങനെയാണ്, പിന്നെ എത്ര ഫ്രെയിംസും സ്മൂത്തും റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കൈസ് നമ്മൾ അതിനായിട്ട് ആദ്യം ആഫ്റ്റർ ബേണർ ഇൻസ്റ്റാൾ ചെയ്ത് MSI ആഫ്റ്റർ ബേണർ. സോ അതിനകത്ത്
അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. ഫുള്ളൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ഗെയിമിൽ കയറുമ്പോൾ നമുക്ക് അതിൻ്റെ ഓവർലേ അറിയണം. അപ്പോൾ എത്ര ടെമ്പറേച്ചർ ഉണ്ട്, എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത് അറിയാനായിട്ടാണ് ഗൈസ് ഇപ്പോൾ ഇതൊരു MSI ആഫ്റ്റർ ബേണർ യൂസ് ചെയ്യുന്നത്. ഗൈസ് ലോഞ്ച് ആവുന്നുണ്ട് 70. യെസ്, ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ സീൻ. ഗൈസ് അങ്ങനെ വാല്യൂ ഇൻസ്റ്റാൾ ചെയ്തു, സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞു. ഞാൻ എന്താ കൂട്ടത്തിൽ ആഫ്റ്റർ ബേണറും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് MSIൻ്റെ. സോ നമുക്ക് ഓവർലേ അറിയാൻ പറ്റും എത്ര FPS കിട്ടുന്നുണ്ട്, എത്ര ടെമ്പറേച്ചർ, പിന്നെ കാര്യങ്ങളെല്ലാം, യൂസേജ് എത്ര ഉണ്ട്, പവർ, ബാക്കിയെല്ലാം CPU-ൻ്റെ ആയാലും GPU-ൻ്റെ ആയാലും. ഞാൻ അത്ര എനേബിൾ ചെയ്തുള്ളൂ, ബാക്കി എനേബിൾ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് പിന്നെ FPS-ഉം എത്ര FPS കിട്ടുന്നുണ്ടെന്നുള്ളത് എനേബിൾ ചെയ്തു. സോ ഗൈസ് നമുക്ക് നേരെ ഒരു റേഞ്ചിലോട്ട് കയറി നോക്കാം എത്ര കിട്ടുന്നുണ്ടെന്ന്. നോക്കട്ടെ, 928 FPS ആണ് കാണിക്കുന്നത്. 890, 856, 862. ഓഫ് എൻ്റെ മോനെ, ഏതാ $856 ഗൈസ്. കറൻ്റ്ലി ഗൈസ് 856, 852 ആണ് ഗൈസ്. റേഞ്ചിൽ ജസ്റ്റ് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന FPS. ബാക്കിയെല്ലാം ഗൈസ് ടെമ്പറേച്ചറൊക്കെ ആണല്ലോ 72, എല്ലാം നോർമലാണ്, വലിയ റേറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൈസ് ഓൾമോസ്റ്റ് 1000 FPS ആണ് ഗൈസ്. ആളിയാ 60-80 FPS നിന്ന് 1000 FPS യാത്ര. ഗൈസ് ഗൈസ് നമുക്കൊരു എന്തായാലും നമുക്കൊന്ന് റേഞ്ചിലൊന്നൊരു 10-15 മിനിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എങ്ങനെ FPS-ഉം കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. പക്ഷെ നമുക്കിനി അടുത്ത PUBG-നെ നോക്കാം. നമുക്ക് PUBG PC-യിൽ എത്ര FPS കിട്ടുന്നുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കാം. ലോഡിംഗ് സ്ക്രീനിൽ 680 FPS-ഉം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത്ര ഓൾവേസ് ഇന്നത്തെ ബെഞ്ച് ഹൗസും കാര്യങ്ങളെല്ലാം ബിൽഡെല്ലാം ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ഫുൾ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഓൾ ഗുഡ്. സോ ഗൈസ് ഞാൻ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. ആകെ വയ്യ, ടൈർഡായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ നേരം മണിക്കൂർ ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പോൾ അത്ര ഈവനിങ് തുടങ്ങിയതാണ് ടെസ്റ്റിങ്. ഇപ്പോൾ 5-6 മണിക്കൂറായി. സോ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ ഗൈസ് വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ഗൈസ് ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും ഗൈസ് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഗൈസ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ലൈക്ക് ദിസ് മൊമെൻറ്റ് ടു ബി ഓണസ്റ്റ്. ആൻഡ് യാ
ആൻഡ് ഗൈസ് ഞാൻ എന്താ ഗൈസ് വീഡിയോ എൻ്റെ ഗൈസ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സോ ഇറ്റ്സ് വിസിൽ മൈ സൈനിങ് ഓഫ്. ടേക്ക് കെയർ.